VS അച്യുതാനന്ദന്റെ 102ാം ജന്മദിനത്തിൽ വേലിക്കകത്ത് വീട്ടിൽ ഒത്തുകൂടി കുടുംബാംഗങ്ങൾ. പത്നി വസുമതിയും മകൻ വി അരുൺകുമാറും ഇന്ന് രാവിലെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തും. വരും തലമുറയ്ക്ക് VSനെ ആഴത്തിൽ അറിയാൻ കഴിയും വിധം സ്മാരകം വേണമെന്ന മകൻ വി അരുൺകുമാർ 24നോട്. അശ്വിൻ പാലാഴിയുടെ റിപ്പോർട്ട് ആലപ്പുഴയിൽ നിന്ന്. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ സഖാവ് VSന് ഇന്ന് 102 വയസ്സ് തികയുകയാണ്. അദ്ദേഹം ഇല്ലാത്ത ആദ്യ പിറന്നാൾ കൂടിയാണ് കേരളക്കരയ്ക്ക്. ഇന്ന് പുന്നപ്ര വയലാർ സമരത്തിന്റെ വാർഷികം കൂടിയാണ്. നമ്മളുള്ളത് വേലിക്കകത്ത് വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ചടങ്ങുകളടക്കം നടക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബം, അതായത് മകനും അമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബം ഇന്നലെ വേലിക്കകത്ത് വീട്ടിലെത്തി. ഇന്ന് വലിയ ചുടുകാട്ടിലെത്തി അവർ പുഷ്പാർച്ചന നടത്തും. അരുൺ ചേട്ടൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. അച്ഛനില്ലാത്ത ആദ്യ ജന്മദിനം, പുന്നപ്ര വയലാർ വാർഷികമൊക്കെയാണ് ഇന്ന്. അതെ അതെ, ഇന്ന് പുന്നപ്ര വയലാർ വാർഷികത്തിൻ്റെ വാരാചരണം തുടങ്ങുന്ന ദിവസമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ ബർത്ത്ഡേ സാധാരണ നമ്മൾ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ളത്. അച്ഛൻ കുറേ നാളായി വയ്യാതെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ. ഇത്തവണയാണ് ഞങ്ങളെല്ലാം ഇങ്ങ് പോകുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് സ്മൃതി ഇലത്തിലൊന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാം ഇന്ന് പുന്നപ്ര വീട്ടിൽ തന്നെയാണ്. അപ്പം ഈ വീടിൻ്റെ മതിലിൽ അച്ഛൻ്റെ സഖാവിൻ്റെ വലിയ ഓർമ്മകളൊക്കെ സമരചരിത്രം അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. അതും നമ്മുടെ ഒരു ആഗ്രഹപ്രകാരമായിരുന്നു. അതെ, കുടുംബത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചുമർ ചിത്രങ്ങൾ ചെയ്യണമെന്ന്. അങ്ങനെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മുടെ അക്കാഡമി പ്രവർത്തകർ ഇത് വളരെ സന്തോഷമായിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. വളരെ നന്നായിരിക്കുന്നു. അത് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ചില ഏടുകളെങ്കിലും ചിത്രങ്ങളായിട്ട് നന്നായി അത് അവർ പതിപ്പിച്ചിട്ടുണ്ട്. ഈ കേരള രാഷ്ട്രീയത്തിൽ സഖാവിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ നിർണായകമായ തീരുമാനങ്ങൾക്കും രാഷ്ട്രീയ മാറ്റങ്ങൾക്കുമൊക്കെ സാക്ഷ്യം വഹിച്ച വീടാണ് വേലിക്കകത്ത് വീട്. ഇവിടേക്ക് ഒരുപാട് ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. ഇത് ഒരു വീട് എന്നതിനപ്പുറത്തേക്ക് ഒരു സ്മാരകം എന്നുള്ള നിലയിലേക്ക് ഉയർത്താനുള്ള എന്തെങ്കിലും ആലോചനകളോ ആഗ്രഹങ്ങളോ ഉണ്ടോ? ഒരു വിപുലമായ ഒരു ഓർമ്മകളെല്ലാം ഉണ്ടാകുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. ഒരു ക്യാമ്പസ് പോലെയെങ്കിലും ഒരു കാര്യങ്ങൾ എല്ലാവർക്കും അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹമാണ് കുടുംബത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു പുസ്തകമാണ്. അതപ്പോൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാനുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ അത് ആ സ്ഥലമായി കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെ തന്നെ പ്രദർശിപ്പിക്കാനുള്ള ഒരു സൗകര്യം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും VSന്റെ അഭാവത്തിലും 102ാം പിറന്നാൾ ദിനം വരികയാണ്. അദ്ദേഹം കേരളത്തിന് വേണ്ടി വിളിച്ച മുദ്രാവാക്യങ്ങളാണ് പുന്നപ്ര വയലാറിൻ്റെ മണ്ണിൽ ഉറച്ചു കേൾക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ട മുദ്രാവാക്യങ്ങളും ഈ മണ്ണിൽ നമുക്ക് കേൾക്കാനാവുന്നുണ്ട്. പുന്നപ്രയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.